ഹായ് എല്ലാവരും എന്നെ നോർമലി കാണുന്നത് എൻ്റെ കടയുടെ ക്ലോത്തിങ്ങിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അല്ലേ. പക്ഷേ അതുപോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കുക്കിംഗ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു 3 ഇൻഗ്രീഡിയൻ്റ് ഉള്ള പംകിൻ സൂപ്പാണ് കാണിക്കുന്നത് കേട്ടോ. സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, അരമണിക്കൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പാണ് ഇത്. ഇതിലൊന്നും ചെയ്യണ്ട. പംകിനുണ്ട്, പിന്നെ സവോളയുണ്ട്, ഗാർലിക്കുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുത്ത് വേവിച്ചിട്ട് അതൊന്ന് മാഷ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ബട്ടറും കുറച്ച് ഹേർബ്സും ഉപ്പും ഒക്കെ ഇട്ട് ഒന്ന് സോട്ടേ ചെയ്യുക. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ എങ്ങനെയാണ്, തുടങ്ങാമല്ലേ? ആളനുസരണം എടുക്കാം. ഞാനിപ്പോൾ 2 പേർക്കുള്ള ഒരു ഇതിനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ പംകിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് മുറിക്കാനാണ്. ചക്ക മുറിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എനിക്കറിയില്ല, ഞാൻ പംകിൻ മുറിക്കുന്നത് കുറച്ച് എനിക്ക് ടാസ്ക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ശരിക്കും അത് എൻജോയ് ചെയ്യാൻ പറ്റും. പോയി കഥപറച്ചിൽ നിർത്തി ഞാൻ ഈ പംകിനൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വരാം. ഇത്രയും പംകിൻ വേണമെന്ന് ചോദിച്ചാൽ വേണ്ട, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ക്രീമി ടെക്സ്ചറിലുള്ള പംകിനാണ് ഇഷ്ടം. പംകിൻ സൂപ്പാണ് ഇഷ്ടം, ഒരുപാട് ലൂസായി വെള്ളം ചേർത്ത് ഇരിക്കാതെ. സോ അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും എടുത്തത്. പിന്നെ ഡിന്നർ സൂപ്പ് മാത്രം ആക്കുമ്പോൾ ഇത്രയും എടുത്താലേ നമുക്കൊന്ന് ഫില്ലിംഗ് ആയിട്ട് തോന്നുള്ളൂ. സോ ഈ പംകിൻ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ സവോളയും ഗാർലിക്കും ആഡ് ചെയ്യാം. കുറച്ച് സോൾട്ട് ഇപ്പോൾ ചേർക്കണം എന്നില്ല. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ അരച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം തന്നെ യൂസ് ചെയ്താണ് നമ്മളതൊരു സൂപ്പി ടെക്സ്ചർ ആക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ഗുണമെല്ലാം വെള്ളത്തിൽ തന്നെ പോകും. സോ മാക്സിമം നമ്മുടെ സൂപ്പിന് വേണ്ടിയ വെള്ളം എടുത്താൽ അത് വേസ്റ്റ് ആവാതെ ഇത് മുഴുവൻ നമുക്ക് സൂപ്പിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും പ്രഷർ കുക്ക് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പ്രഷർ കുക്ക് ചെയ്യാറില്ല, പിന്നെ ഓരോരോ മൂഡ് പോലെ. അപ്പോൾ ഇന്ന് എനിവേസ് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തത് വേവിച്ചെടുക്കാം. ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പംകിൻ മിക്സ്ചർ. അപ്പം നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ ചൂട് കൂടുതലാണെങ്കിൽ ഒരു കുറച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് മിക്സിയിൽ അടിച്ചാൽ പെട്ടെന്ന് അത് ചൂടിൻ്റെ പ്രശ്നം വരാതെ അരഞ്ഞു കിട്ടും. അപ്പോൾ ഒരു ഹോട്ട് പാൻ എടുക്കുക. ബട്ടർ നമുക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. കുറച്ച് ബട്ടർ ആഡ് ചെയ്തു. ആൻഡ് ദെൻ നമ്മുടെ ഈ പംകിൻ മിക്സ്ചർ ആഡ് ചെയ്യാം. നല്ല പേസ്റ്റായിട്ടുണ്ട് കേട്ടോ, ശരിക്കും നല്ല തിക്ക് മിക്സ്ചറായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റോക്ക് ചേർത്ത് സൂപ്പി ആക്കിയാൽ മതി. ഇത് ശരിക്കും ആക്ച്വലി നല്ല ക്രീമി പരുവാണ്. ഈ ബട്ടർ മെൽറ്റ് ആവുന്ന മണവും എല്ലാം കൂടെ, പംകിൻ ബട്ടറൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. സോ ബട്ടർ മാക്സിമം സ്കിപ്പ് ആവാതെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ പംകിന് മധുരം ഉള്ളതുകൊണ്ട് തന്നെ പെപ്പറാണ് നോർമലി ആഡ് ചെയ്യുക, പെപ്പർ ഓർ ചില്ലി ഫ്ലേക്സ്. ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നത്, എനിക്കിന്നൊരു ചില്ലി ഫ്ലേക്സ് മൂഡാണ്. പിന്നെ ഇങ്ങനത്തെ സീസണിങ്സ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ടേസ്റ്റ് എല്ലാം എൻഹാൻസ് ചെയ്യും. ഇത് ആക്ച്വലി ഒരു പാസ്ത സീസണിങ് ആണ് കേട്ടോ. ഇതിൽ ഒറിഗാനോ, തൈം അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം നല്ലൊരു സീസണിങ് ഫ്ലേവർ വരും. സോ ഇങ്ങനത്തെ സീസണിങ്സ് എല്ലാം ഞാൻ നോർമലി ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ആണ് വെക്കുന്നത്, കാരണം കട്ടയാവില്ല. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് എല്ലാം ഒരു അലുത്ത് കട്ടയായിപ്പോവും കുറച്ച് കഴിയുമ്പോൾ. ഈ കുപ്പി ഞാൻ തീർത്തു. നോർമലി ഇതങ്ങനെ തീർക്കാൻ പറ്റില്ല, അതിൻ്റെ മുന്നേ ഹാഫ് ആകുമ്പോഴത്തേക്ക് അത് പോവും. പക്ഷേ ഇത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ സ്റ്റോർ ചെയ്താൽ ഇതിനൊരു പ്രശ്നവും കാണില്ല, നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റോക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇപ്പോൾ കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ സോൾട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ക്രീമി യമ്മി പംകിൻ സൂപ്പ്. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം അല്ലേ. ഒരു ബൗൾ എടുക്കുക, നമ്മുടെ സൂപ്പ് ആഡ് ചെയ്യുക ആൻഡ് ടേസ്റ്റ് ചെയ്യാം അല്ലേ. സോൾട്ടില്ല, സോൾട്ട് കുറച്ച് ആഡ് ചെയ്യാം, കാരണം എസ്പെഷ്യലി പംകിൻ കുറച്ച് സ്വീറ്റ് ആയതുകൊണ്ട്
നമുക്ക് സോൾട്ട് അത്യാവശ്യം വേണം, അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. സോൾട്ടിൻ്റെ ഒരു കുറവേ ഉള്ളൂ, ആ ഒരു ബട്ടർ ഫ്ലേവറൊക്കെ ഉണ്ട്. ഇപ്പം ശരിയായി, കൊള്ളാം. അപ്പോൾ ഡിന്നറിന് നല്ലൊരു ഈസി ഓപ്ഷനാണ് സൂപ്പൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഭയങ്കര ചപ്പാത്തി കറിയൊന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ഈസി റെസിപ്പി ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും.